ഗ്ലാസ്സിൽ ആരെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അലാറം അടിക്കും, അതേപോലെ ലൈറ്റുകൾ ഓൺ ആവും. റോളർ ഗേറ്റ് ആയിട്ട് ഇതേപോലെ നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇത് വരുന്നത്. ഈ ടൈപ്പ് 3 രീതിയിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ക്ലോസും അങ്ങനെ ജസ്റ്റ് ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അതെ. ഒരു ടെക്നീഷ്യൻസിന്റെ മറ്റു കാര്യങ്ങൾക്കോ നമുക്കൊരു കുറവോ അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് പറയാവുന്ന ഒരു അവസ്ഥ നമുക്കില്ല. റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാം. മൊബൈൽ ത്രൂ വഴി നമുക്കിത് പഴയ സ്വിച്ചുകൾ റിമൂവ് ചെയ്യാം, നമുക്ക് വീടിന്റെ അകത്തു നിന്ന് തന്നെ വേണമെങ്കിൽ ഓപ്പൺ ക്ലോസും ചെയ്യാം. ജസ്റ്റ് ഒരു OTP അവർക്ക് അയച്ചു കൊടുത്തിട്ട് അത് അങ്ങനെ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീടിന്റെ ലൈറ്റ് മൊത്തം ഓൺ ആവണം, അല്ലെങ്കിൽ അലാറം അടിക്കണം. 5 വർഷത്തെ വാറന്റിയോട് കൂടിയാണ് പല പ്രൊഡക്റ്റുകളും നമ്മൾ റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. നിലവിലുള്ള സ്വിച്ച് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ വെക്കുക. റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം, ക്ലോസും ഓപ്പണും ചെയ്യാം. ഡോർ സെൻസർ വരുന്നുണ്ട്, മോഷൻ സെൻസർ വരുന്നുണ്ട്, ഗ്ലാസ് സെൻസർ വരുന്നുണ്ട്. 6 രീതിയിൽ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഇതൊക്കെ കണ്ട് കണ്ണ് തള്ളി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ? ഈ വർഷമെങ്കിലും നമുക്കും ഈ പറഞ്ഞ സെറ്റപ്പ് ഒക്കെ വെക്കണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെയുള്ള സ്മാർട്ട് ഓട്ടോമേഷൻ ചെയ്യാൻ വലിയ ചെലവൊന്നും ഇല്ലെന്നേ. എന്നാൽ ഇത് വെച്ചാലുള്ള ഉപകാരവും ടൈം സേവിങ് എത്രയാണെന്നുള്ളത് ഇത് വെച്ചവർക്കേ അറിയൂ. വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വീട് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഇതൊക്കെ നമ്മുടെ വിരൽ തുമ്പിലേക്ക് അതിന്റെ എല്ലാ കൺട്രോളും ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ സംഭവമൊന്നുമല്ല. എന്നാൽ സ്മാർട്ട് ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ടെന്ന്, അതും പല പ്രൈസിലും പല ക്വാളിറ്റിയിലും. എന്നാലേ നമുക്ക് അഫോർഡബിൾ ആയുള്ള എമൗണ്ടിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, അതും 5 ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടി ചെയ്തു തരുന്ന നല്ലൊരു ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്റെ അറിവിൽ കേരളത്തിലുള്ള ഒരു കമ്പനിയും ഈ പ്രൈസിന് കിട്ടുന്ന പ്രോഡക്റ്റുകൾക്ക് 5 ഇയേഴ്സ് വാറന്റി ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ സ്മാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 1-2 പ്രോഡക്റ്റ് അല്ല, ടോട്ടൽ ആണ്. അതായത് പുറത്തുള്ള ഗേറ്റിൽ തുടങ്ങി സ്മാർട്ട് സ്വിച്ച്, ഡോർ ലോക്ക്, CCTV, കർട്ടന്, സെക്യൂരിറ്റി സെൻസർ ആൻഡ് അലാം സിസ്റ്റം, ഇങ്ങനെ എല്ലാത്തിനുള്ള ഒരു ടോട്ടൽ സൊല്യൂഷൻ ആണ് ഇവർ ചെയ്തു തരുന്നത്. ഇങ്ങനെ ഒരേ ടീം തന്നെ എല്ലാം ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ആപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്വിച്ച് വെക്കുന്ന ഒരു ടീം, ഒരു ഗേറ്റ് വെക്കുന്ന വേറൊരു ടീം, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും അവരെ കോൺടാക്ട് ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവർ തന്നെ ഫുൾ അറേഞ്ച് ചെയ്ത് ഒരൊറ്റ ആപ്പിൽ സെറ്റ് ചെയ്ത്, നിങ്ങൾ കേട്ടതും നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ചെയ്തെടുക്കാം. എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ഡ്രിക്സിന്റെ എക്സ്പീരിയൻസ് സെന്ററിലാണ്. ഇവിടെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. അതിൽ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്ക് നമ്മുടെ ഡ്രിക്സ് എന്ന ബ്രാൻഡില് 3-4 കളറിൽ നമുക്ക് വരുന്നുണ്ട് ടച്ച് സ്വിച്ചുകൾ. അതിൽ തന്നെ 2MD, 4MD, അതേപോലെ 6MD, 8MD. അതിൽ ഇത് ഒരു 8MD ബോക്സ് ആണ്. ഇതിൽ നമുക്ക് പിന്നെ AC കൺട്രോൾ ചെയ്യാം, അതേപോലെ 4 ഓൺ ഓഫ് സ്വിച്ചുകൾ കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് ഫാൻ കൺട്രോൾ ചെയ്യാം. ഫാനിൽ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചാർജർ പോർട്ടുകളുണ്ട്, പ്ലഗ് പോർട്ടുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും കൺട്രോൾ ചെയ്യാം. ഇനി ഒറ്റ സിംഗിൾ സ്വിച്ചിൽ നമുക്ക് ഓൺ എന്നുള്ള ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മൊത്തം ഓൺ ആവും, അതേപോലെ ഓഫ് ആവും ചെയ്യും. മറ്റുള്ള ഇതെല്ലാം നമുക്ക് അതേപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാം. കറണ്ട് കൺസപ്ഷൻ ചെക്ക് ചെയ്യാം, അങ്ങനെ എല്ലാം ചെയ്യാം. അതിൽ സ്മാർട്ടാണെന്ന് വിചാരിച്ച് ഒന്നും നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഇല്ല, AC ബട്ടൺ വരെ, AC വരെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. നമുക്ക് വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ ഒന്ന് ഗേറ്റ് ഓട്ടോമേഷൻ. എല്ലാവിധ പിന്നെ കൺട്രോളും കൂടി കിട്ടി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇറങ്ങി വരാനൊക്കെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായി മഴ ഉള്ള സമയത്തൊക്കെ. ഇതെങ്ങനെയാണ് ഇതിന്റെ സംഭവം വരുന്നത്? ഇത് നമുക്ക് ഇവിടെ 3 രീതിയിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റോളർ ഗേറ്റ് ആയിട്ട് ഇതേപോലെ നമുക്ക് റോളർ ഗേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റ് വരുന്നുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇത് വരുന്നത്. ഈ ടൈപ്പ് അല്ലേ? ഓക്കെ. പിന്നെ ആം ടൈപ്പ് ആണ് ഇത്. ആം ടൈപ്പ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഓൾറെഡി ഗേറ്റ് വെച്ചവരുണ്ടാവുമല്ലോ, അവർക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് ഈ സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാം. ഇതിപ്പോ നമ്മളെ സ്വിച്ചുകൾ പോലെ തന്നെ എല്ലാ രീതിയിലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാം. ഒന്ന് നമുക്ക് റിമോട്ട് ഉണ്ടാവും, റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാം. മൊബൈൽ ത്രൂ വഴി നമുക്കിത് ക്ലോസും ഓപ്പൺ ചെയ്യാം, ലോകത്ത് എവിടെ ഒന്നും ചെയ്യാം. പിന്നെ വീഡിയോ ഡോർ ഫോൺ വഴി നമുക്കിത് ഓണാക്കാനും ഓഫാക്കാനും ഫേസ് കാണിച്ചിട്ടും അതേപോലെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നോർമൽ ബട്ടൺ ഉണ്ടാമേ, ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ അകത്തു നിന്ന് തന്നെ വേണമെങ്കിൽ ഓപ്പൺ ക്ലോസും ചെയ്യാം. അപ്പൊ ഇതിലൂടെ ക്യാമറയിലൂടെ അകത്ത് കണ്ടിട്ട് ആണെങ്കിൽ നമുക്ക് അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. വണ്ടികളിൽ നമുക്ക് ഇപ്പോ ക്ലയന്റിന്റെ വണ്ടി വരുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ക്ലോസും അങ്ങനെ ജസ്റ്റ് ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അതെ.
അതെങ്ങനെ അതിന്റെ അപ്പൊ അങ്ങനെ അത് നമ്മൾ ഈ വണ്ടിയിൽ സെൻസർ ചെയ്യുക, ആ സെൻസർ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ റിമോട്ട് ഒന്നും ആവശ്യമില്ല, അതൊന്നും വേണ്ട. പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ് സ്മാർട്ട് ലോക്കുകൾ. ഇത് ഡോറിന് വെക്കണം. ഇത് നമുക്ക് മെയിൻ ഡോറിനൊക്കെ കൊടുക്കാം. 6 രീതിയിൽ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് ഫേസ് റെക്കഗ്നേഷൻ ആയിട്ട് അങ്ങനെ ചെയ്യാം, നമ്മുടെ പഞ്ചിങ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, പിന്നെ മാനുവൽ കീ ഉണ്ട്, പിന്നെ അതേപോലെ കാർഡുകൾ ഉണ്ട്, അതേപോലെ പാസ്വേഡ് വെച്ചിട്ടൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ വേറെ ഒരു ലോക്കാണ് ഈ വരുന്നത്. ഇത് നമുക്ക് ഫേസ് ഐഡി ഇല്ല എന്നുള്ളൂ, അതിൽ അല്ലാത്ത ബാക്കി എല്ലാ സംഗതികളും ഇതിലുണ്ട്. ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയുടെ മെമ്പേഴ്സിന് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് വന്നുകൊണ്ട് അവിടെ ഇതിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഇപ്പൊ നമ്മൾ വീട് പൂട്ടി പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആരെങ്കിലും വന്ന് ജസ്റ്റ് ഒരു OTP അവർക്ക് അയച്ചു കൊടുത്തിട്ട് അത് അങ്ങനെ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് ക്യാബിനറ്റ് ലോക്ക് വരുന്നതാണ്. പിന്നെ ഡ്രിക്സിന്റെ മറ്റൊരു മോഡലാണ്. ഇത് നമുക്ക് ഗ്ലാസ് ഡോറിന് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമ്മളിപ്പോ കേറി വന്ന ആ ടൈപ്പ് ഇതാണ്. ഇതിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻസറൊക്കെ വെച്ചുകൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീടിന്റെ ലൈറ്റ് മൊത്തം ഓൺ ആവണം, അല്ലെങ്കിൽ അലാറം അടിക്കണം. എല്ലാത്തിനും ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത്. ഇത് ജസ്റ്റ് ടച്ച് ചെയ്യുക, അതേപോലെ ഒന്നുകൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലല്ലേ, അല്ലല്ല. ഇതിനെന്താ വെച്ചാൽ നമ്മൾ നിലവിലെ എക്സിസ്റ്റിംഗ് സ്വിച്ചുകൾ തന്നെ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. സ്മാർട്ടാണ്. ഇത് പഴയ പിന്നെ സ്വിച്ചുകൾ റിമൂവ് ചെയ്യാം. ഡ്രിക്സിന്റെ ഒരു പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഇതിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഓരോ ഡിവൈസിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഴുതിയാണ്ട് ഇന്നതാണെന്നുള്ള പിന്നെ നമുക്ക് കേർട്ടൻസ് ഒക്കെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാം, റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം, മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം, ക്ലോസും ഓപ്പണും ചെയ്യാം. ജസ്റ്റ് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവും. വോയിസ് വഴി ചെയ്യാം, അതായത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് കർട്ടൻസ് ഉപയോഗിക്കും. ഓക്കെ, പിന്നെ നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. ഡോർ സെൻസർ വരുന്നുണ്ട്, മോഷൻ സെൻസർ വരുന്നുണ്ട്, ഗ്ലാസ് സെൻസർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ CCTV ഒക്കെ വെക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയാം. കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ബാക്കപ്പ് നോക്കിയാൽ അറിയും. ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് മെസ്സേജും വീട്ടിലെ ഉപകരണങ്ങൾ ഇപ്പോൾ ലൈറ്റിന് നമ്മൾ സെൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ലൈറ്റുകൾ ഓൺ ആവും, അലാറം വരും ചെയ്യും. പിന്നെ നമുക്ക് സെൻസറിന്റെ കൂടെ വരുന്നതാണ് ഒരു വൈബ്രേഷൻ സെൻസർ. വൈബ്രേഷൻ സെൻസറിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഗ്ലാസിന് എവിടെയെങ്കിലും നമുക്കിത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ ആരെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അലാറം അടിക്കും, അതേപോലെ ലൈറ്റുകൾ ഓൺ ആവും. അതേപോലെ നമുക്ക് അലാറം അടിക്കുകയും ചെയ്യും. അതെ, അപ്പൊ തന്നെ നമുക്ക് മൊബൈലിലേക്ക് അലാറം വരും ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നടപടി അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പഴയ സ്വിച്ച് ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ മൊഡ്യൂളുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാം. നിലവിലുള്ള സ്വിച്ച് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ വെക്കാം. എത്ര സ്വിച്ചും വെച്ചും 1 മുതൽ എത്ര സ്വിച്ചിനും കൊടുക്കാം. വലിയ 1 ചാനൽ 2 ചാനൽ 4 ചാനൽ പറഞ്ഞ മൊഡ്യൂൾസുകളുണ്ട്. അതെ, പിന്നെ നമുക്കുള്ളതാണ് CC ക്യാമറാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് AI ക്യാമറ, AI ഫെസിലിറ്റിയിലെ AI ക്യാമറകളെ നമുക്ക് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടല്ലേ. പക്ഷെ ഇവരുടെ ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ കൂടെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള നൗഷാദൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് അറിയേണ്ടി വരിക എന്ന് വെച്ചാൽ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് സ്മാർട്ട് ഓട്ടോമേഷൻ ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട്. അപ്പൊ നിങ്ങളെ ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്? ഇലക്ട്രോ ഗ്രൂപ്പിൽ നിന്നും കഴിഞ്ഞ 30 വർഷമായി നമ്മൾ ഈ മേഖലയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ഓട്ടോമേഷൻ മേഖലയിൽ ഡ്രിക്സ് എന്ന ഈ ഒരു ബ്രാൻഡ് 5 വർഷത്തെ വാറന്റിയോട് കൂടിയാണ് പല പ്രൊഡക്റ്റുകളും നമ്മൾ റീപ്ലേസ്മെന്റ് വാറന്റിയാണ് കൊടുക്കുന്നത്. മാറ്റി പുതിയതാണ് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ സർവീസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. അതിനുള്ള സൗകര്യം നമുക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് തന്നെ ടെക്നീഷ്യൻസ് ഉണ്ട്, അതിനുള്ള സർവീസ് സെന്ററുകൾ ഉണ്ട്. അപ്പോൾ ഈ സംഗതികൾ നമുക്ക് തന്നെ കോൺഫിഡൻറ്റോട് കൂടെ കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിതിൽ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്. മറ്റൊന്ന്, നമ്മൾക്ക് പല സംഗതികളും ഇലക്ട്രോണിക്സ് സൊല്യൂഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇലക്ട്രോ സൊല്യൂഷൻസ് മലപ്പുറം ജില്ലയിൽ അഹൂജ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏക ഓതറൈസ്ഡ് ഡീലറാണ്. അഹൂജ ആൻഡ് സ്റ്റുഡിയോ മാസ്റ്റർ, രണ്ടും ഒരേ കമ്പനിയുടെ സ്പീക്കേഴ്സ്. ഇപ്പോൾ നമ്മൾ പള്ളികളാവട്ടെ, ഓഡിറ്റോറിയംസ് ആവട്ടെ, ഈവൻ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുടെ ആവശ്യങ്ങളാവട്ടെ, അവർക്കൊക്കെ നമ്മൾ ഇപ്പോൾ പ്രൊഡക്റ്റുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് കുട്ടികൾക്ക് പഠിക്കാനായി നമ്മൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ നമ്മൾ ITI നടത്തുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒരു ടെക്നീഷ്യൻസിന്റെ മറ്റു കാര്യങ്ങൾക്കോ നമുക്കൊരു കുറവോ അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് പറയാവുന്ന ഒരു അവസ്ഥ നമുക്കില്ല. ഏറ്റവും ബെനിഫിഷ്യലായ രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. എങ്ങനെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പല ടെക്നീഷ്യൻസും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയല്ല, നമ്മൾ അത് ആ കസ്റ്റമർക്ക് കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ചിട്ടുള്ള തിരിച്ച് സർവീസ് അയാൾക്ക് നമ്മുടെ ടെക്നിക്കൽ ടീമിന് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ കാര്യമാണ്. ഇത്രയും പ്രോഡക്ട്സുകൾ ഉണ്ട്, അപ്പൊ നിങ്ങൾ ഈ ഒരു സർവീസ് എവിടൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? സർവീസ് നമ്മൾ ഓൾ ഓവർ കേരള നമ്മൾ അവൈലബിൾ ആണ്. എല്ലായിടത്തും ചെയ്തു. ഓൾ ഓവർ കേരള നമ്മളാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ തന്നെ ഓൾ ഓവർ കേരള നമ്മൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിനും കൂടെ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെരിന്തൽമണ്ണ നമ്മൾ ഓൾറെഡി അതിനുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാ പ്രൊഡക്റ്റും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്നാണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, അനുഭവിച്ച് അറിയാം. അതെ, ഇത് ആളുകൾക്ക് ഇതിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സംഗതി ഒരു ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ അവർ ഒരു കൂടുതൽ കടന്ന് ചിന്തിച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് പോലെയാണ് അവർക്ക് തോന്നുന്നത്. സംഭവമാണ് ഇത്. അത്ര വലിയൊരു സംഭവമൊന്നും ഇല്ല എന്ന് അവർക്ക് ഇവിടെ വന്നാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും, അറിയാം. അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായാലോ? ഇതും ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും സ്ഥാപനത്തിലൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വെക്കാം, ഏത് രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇവർ പറഞ്ഞു തരും. മാത്രമല്ല ഇതിന്റെ പ്രൈസ് എത്രയാവും എന്നുള്ളതും മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാനും പറ്റും. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള സ്മാർട്ട് ഓട്ടോമേഷൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഇനി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നമുക്കൊക്കെ അറിയാലോ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.